Good afternoon, all. Good afternoon, ma'am. Okay, നമ്മള് എടുത്തോണ്ടിരുന്ന ചാപ്റ്റർ യൂണിറ്റ് 7 ആയിരുന്നു അല്ലെ? ആക്ടിവിറ്റി എന്തോ ഉണ്ടായിരുന്നല്ലോ അല്ലെ? ഓർമ്മയില്ല? മിസ്സേ തോട്ട്സ് ഉണ്ടായിരുന്നേ. ഓക്കെ, ഫസ്റ്റ് മിനിറ്റ് പ്രയർ കേട്ടോ. ആക്ടിവിറ്റി പ്രിപ്പയർഡ് ആണോ? ഞാൻ ലേറ്റ് ആയിട്ടാ കയറിയത്, അപ്പൊ ഞാൻ വിചാരിച്ചൊക്കെ കഴിഞ്ഞു. അതാ ഞാൻ കുഴപ്പമില്ല. ഇല്ല, ഞാൻ ആക്ടിവിറ്റി എല്ലാവരും പ്രിപ്പയർ ചെയ്തോ. സ്ട്രെങ്ത് കുറവാണ് കണ്ടത്, അതുകൊണ്ട് ചോദിച്ചു. പ്രയർ ആരാണ്? പ്രയർ ഓക്കെ. പ്രയർ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? 5 ആണ് പ്രയർ. 5 പ്രയർ പറഞ്ഞോട്ടോ. പ്രയർ ആരാണ്? പ്രയർ ഞാനാണ്. പ്രയർ പറഞ്ഞോട്ടോ. മ്യൂട്ട് ആക്കിയാണ്. എടാ, ഞാൻ മ്യൂട്ട് ആക്കിയെന്ന പറഞ്ഞത്. മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്ത് പ്രയർ പറഞ്ഞോട്ടോ. എനിക്ക് ക്ലിയറിലായിട്ടാണോ അതോ എല്ലാവർക്കും ക്ലിയറില്ലേ? എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യോ, അപ്പൊ കുറച്ച് ക്ലാരിറ്റി ഉണ്ടാവുമായിരിക്കും. 5 ഒന്ന് റേഞ്ച് ഉള്ളിടത്തേക്ക് മാറി നിന്ന് പ്രയർ പറയാട്ടോ. ഞങ്ങൾ ഒന്നും കേട്ടില്ല, ഫസ്റ്റ് ലൈൻ മുതൽ ഒന്നും കേട്ടില്ല കേട്ടോ. കേട്ടില്ല മിസ്സേ. കേട്ടില്ലടാ, റിപ്പീറ്റ് പറയേണ്ടി വരും. ഓക്കെ, ഒന്നും കൂടി പാടും. മ്യൂട്ട് ചെയ്യൂ. വിളക്ക് വെക്കു ഞങ്ങളിൽ സമസ്ത സുന്ദരോജ്വലം പ്രഭാത കാന്തി ചിന്തിടും തുമങ്ങിടാവൂ ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കു വെക്കു ഞങ്ങളിൽ അഗാധ നീലവാനമാ കരമുയർത്തി ഞങ്ങളിൽ അനുഗ്രഹിക്ക നിത്യകെ നിതാന്ത വത്സരോത്സുകം നിതാന്ത വത്സരോത്സുകം. കേട്ടായിരുന്നോ മിസ്റ്റർ? കുഴപ്പമില്ലായിരുന്നു, കേട്ടിട്ട്. ഇനി പേര് പറയുമ്പോ റേഞ്ച് ഉള്ളവർക്ക് റേഞ്ചിന്റെ ആണ് പ്രശ്നം, ബാക്കി വേറെ പ്രശ്നമൊന്നുമില്ല. റേഞ്ചിന്റെ ആയിരുന്നു തോന്നുന്നു. താങ്ക് യു ഡാ. ഇൻ ദ തോട്ട് ഓഫ് ദ ഡേ ആൻഡ് സൈൻ ഇൻ ആരൊക്കെയാ? തോട്ട്സ് ഞാനാണ്. ഹായ് ഫ്രണ്ട്സ്, ടുഡേസ് തോട്ട്: education is not the learning of facts but the training of the mind to thinking. ആൽബർട്ട് ഐൻസ്റ്റീൻ. വിദ്യാഭ്യാസം എന്നത് ഫാക്ട്സ് പഠിക്കലല്ല, മറിച്ച് ചിന്തിക്കാനുള്ള മനസ്സിന്റെ പരിശീലനമാണ്. താങ്ക് യു. I am Shini. Now we will start the actions of Monday, Tuesday, Wednesday. Drink milk every day. Thursday, Friday, Saturday. Exercise every day. Sunday is the holiday. Very, very jolly day. Thank you. നല്ല രസമുണ്ട്. സൈൻ ഇൻ ബൈ ആരാണ്?
by Shini. ഓക്കെ. അപ്പോ നമ്മള് ഈ ചാപ്റ്റർ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് എല്ലാവരോടും ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ? കുറച്ച് പേര് മാത്രമേ പ്രസന്റ് ചെയ്തോളൂ. എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അത് ഇല്ലേ? ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആരും ഇതൊന്നും പറയാത്തത്? ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂള്? ഏത് വാക്സിൻ ആണ് കൊടുക്കേണ്ടത്, ആ വാക്സിൻ ഏത് അസുഖത്തിന് വേണ്ടിയിട്ടാണ്, ഏതെല്ലാം അസുഖത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പ്രിപ്പയർഡ് ആണെങ്കിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ വിളിക്കുക, അവർക്ക് പ്രസന്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഓക്കെ, ഇതാരൊന്നും മിണ്ടാത്ത, മെസ്സേജും കൂടി കാണുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രസ് ബട്ടൺ ഉള്ളതും കിട്ടിയിട്ടേ ഇല്ല. ആണോ? അത് മിസ് ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഇവിടെ ഒരു കുട്ടിയേ ഉള്ളൂ, കുഞ്ഞു കുട്ടിയേ ഉള്ളൂ. ആ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജനിച്ചിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. ഓക്കെ, പ്രസ് ബട്ടണില്ലേ ഇതിനടുത്ത് വേറെ കുട്ടികളെ അടുത്തുണ്ടെങ്കിൽ അവരടുത്ത് വാങ്ങിക്കാൻ പ്രസ് ബട്ടൺ നമുക്ക് കിട്ടും, വാങ്ങിക്കാൻ കിട്ടും. അത് ഒരു മെഷീൻ, ഒരു ക്ലിപ്പ് പോലെ ഒരു മെഷീൻ വെച്ചിട്ട് തയ്യൽ കടയിലൊക്കെ ഇട്ടു തോന്നുന്നത്, അങ്ങനെ വെക്കുന്നത്. ഇനി ഞാൻ അതെന്റെ വീട്ടിൽ പോണം. വീട്ടില് അവിടെ ഒരു കുട്ടി അങ്ങനെയുണ്ട്, 2 വയസ്സായ കുട്ടി ഉണ്ട്. അപ്പൊ ആ കുട്ടിയുടെ ഡ്രസ്സ് മേടിക്കണം. അവിടെ ഉണ്ടാവുമായിരിക്കും വിചാരിക്കുന്നു. ഓക്കെ, നോക്കാം. ഞാൻ പറഞ്ഞ ആക്ടിവിറ്റി അതല്ല, നമ്മള് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പറഞ്ഞിരുന്നു, പ്രഗ്നൻസി മുതലില്ല വാക്സിൻ ഞാൻ പേരിട്ടുണ്ടായിരുന്നു. ആണ്, പേരിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദിവ്യാണ് പേരിട്ടല്ലേ? ദിവ്യ. ഓക്കെ, ദിവ്യ പ്രസന്റ് ചെയ്തോടാ. TT1 early in pregnancy ഫസ്റ്റ് ടൈമില് TT1, പിന്നെ 4th വീക്കില് ഫസ്റ്റ് TT എടുത്തിട്ട് 4 വീക്സ് കഴിഞ്ഞിട്ടാണ് TT2 എടുക്കുന്നത്. TT2 എടുത്തു കഴിഞ്ഞിട്ട് TT ബൂസ്റ്റർ ഇഫ് റിസീവ്ഡ് TT2 ഡോസസ് ഇൻ പ്രഗ്നൻസി വിത്തിൻ ദ ലാസ്റ്റ് 3 years. TT എടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് 3 yearsലൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ TT ബൂസ്റ്ററും കൊടുക്കുന്നതാണ്. ഇനി ഫസ്റ്റ് കുട്ടി ജനിച്ചിട്ട് ഫസ്റ്റ് കൊടുക്കുന്നത് BCG, പിന്നെ അടുത്തത് കൊടുക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി അറ്റ് ബർത്ത് ആസ് ഏർലി ആസ് പോസിബിൾ വിത്തിൻ 24 hours. ജനിച്ചിട്ട് ഏറ്റവും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കൊടുക്കുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബി. അടുത്തത് 15 ദിവസത്തിനുള്ളിൽ OPV കൊടുക്കുന്നു, ഓറൽ പോളിയോ വാക്സിനൈസേഷൻ. പിന്നെ അടുത്ത OP1, 2, 3 കൊടുക്കുന്നത് 6 weeks, 10 weeks, 14 weeks എന്ന കാലയളവിലാണ്. അതിൻ്റെ ഒപ്പം തന്നെ കൊടുക്കുന്നതാണ് DPT, അത് ഡെഫ്തീരിയ, പെറ്റുനിയസ്, ടെറ്റനസ് എന്നിവ കൊടുക്കുന്നതാണ് DPT വാക്സിനേഷൻ. അത് 1, 2, 3 എന്നുള്ളത് 6 weeks, 10 weeks, 14 weeks. ഇത് OPVയുടെ ഒപ്പം തന്നെ അതേ കാലയളവിലാണ് കൊടുക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് B1 and 3 at 6 weeks, 10 weeks and 14 weeks. മാം മിസലസ് എന്നാണോ പറയാ വാക്സിനേഷൻ? എന്താ മീസിൽസ് അല്ലേ? എന്താണ് മീസിൽസ് അല്ലേ? ഓക്കെ, 9 months കംപ്ലീറ്റ് ആയിട്ട് 12 monthsന്റെ ഉള്ളിൽ കൊടുക്കുന്നതാണ് മീസിൽസ്. അടുത്ത വാക്സിനേഷൻ വൈറ്റമിൻ A, ഫസ്റ്റ് ഡോസ് കൊടുക്കുന്നത് 9 monthsലാണ്. പിന്നെ DPT ബൂസ്റ്റർ വന്നിട്ട് 16 months to 24 monthsന്റെ ഉള്ളിലാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. OPV ബൂസ്റ്ററും അതേ കാലയളവിൽ തന്നെയാണ് കൊടുക്കുന്നത്. 16 മാസത്തിനും 24 മാസത്തിനും ഇടയിലാണ് OPV ബൂസ്റ്ററും കൊടുക്കുന്നത്. പിന്നെ ചില വാക്സിനേഷന്റെ പേര് വായിക്കാനാണ്. ജാപ്പനീസ് എൻസെഫലിറ്റിസ്
16 മന്ത്സിനും 24 മന്ത്സിനും. ഇത് കൊടുക്കുന്നതും DPTയും OPVയും കൊടുക്കുന്ന അതേ കാലയളവിൽ തന്നെയാണ്, അതിനൊപ്പം തന്നെയാണ് ഈ വാക്സിനേഷനും കൊടുക്കുന്നത്. ഇത് ജപ്പാൻ ജ്വരം എന്നാണ് മലയാളത്തിൽ പറയാൻ പോകുന്നത്. വൈറ്റമിൻ A സെക്കൻഡ് ഡോസ് തൊട്ടിട്ട് അതിന്റെ 9th ഡോസ് വരെ കൊടുക്കുന്നത് 6 മാസം മുതൽ. കുട്ടിയുടെ 16ാമത്തെ മാസത്തില് DPTയുടെയും OPVയുടെയും ഒപ്പം കൊടുക്കുന്നതോടൊപ്പം 6 മാസം മുതൽ കുട്ടിയുടെ 5 വയസ്സ് വരെയുള്ള കാലയളവിൽ 2 തൊട്ടിട്ട് 9 വരെയുള്ള ഡോസസ് കൊടുക്കുന്നു. ഇനി DPT ബൂസ്റ്റർ, അത് 5 വയസ്സിനും 6 വയസ്സിനും ഇടയിലാണ് DPT ബൂസ്റ്റർ കൊടുക്കുന്നത്. പിന്നെ TT കൊടുക്കുന്നത് 10 years and 16 years. ഓക്കെ. വേറെ ആരെങ്കിലും വാക്സിനിൽ വേറെ എന്തെങ്കിലും വ്യത്യാസം ഉള്ളതോ അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന വേറെ ഏതെങ്കിലും വാക്സിൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തതിൽ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങള് വേറെ പുതിയ ഏതെങ്കിലും വാക്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ്? ഇല്ലല്ലോ, കംപ്ലീറ്റ് അല്ലേ ആള് പറഞ്ഞത്? നാട്ടിൽ ഏതോ 2 കൂടി ഉണ്ട്, അത് പക്ഷെ എനിക്ക് കിട്ടിയില്ല മാം. ഞാൻ ഇവിടെ ഒമാനിലാണ് പിള്ളേർക്ക് കൊടുത്തിരുന്നത്. ഞാൻ അതനുസരിച്ചിട്ടും പിന്നെ നാട്ടിൽ നമുക്ക് വൈറ്റമിൻ A പോകുമ്പോ കിട്ടാറുണ്ട്. ഇവിടുത്തെ കാർഡ് കൊണ്ടുപോയാലും അവിടുത്തെ ഹെൽത്ത് സെന്ററിൽ നിന്ന് കിട്ടാറുണ്ട്. ഞാൻ അപ്പൊ അത് മാത്രമേ നോട്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഇവിടെ നിമോണിയക്ക് പുതിയ വാക്സിൻ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചപ്പോ അതിൽ ഇല്ലാന്ന് തോന്നി. അതുകൊണ്ടാ. ശരിയാണ്, അത് ഇല്ല ഇതില്. ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാ മതി അതിനെ കുറിച്ച്. ഞാൻ ഈ ഒരു കാര്യം പറയും, ഡിഫ്തീരിയ വാക്സിനെ കുറിച്ചിട്ട് നമ്മള് എടുത്തില്ലേ ഇമ്മ്യൂണൈസേഷന്റെ? പറഞ്ഞു. അത് OPVയും IPVയും DPTയും പറഞ്ഞു. മെലൈസിസിനെ കുറിച്ച് മീസിൽസിനെ കുറിച്ച് പറഞ്ഞില്ല അല്ലെ? ഇവിടെ മുതലാണ്, മീസിൽസ് മുതലാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കും മീസിൽസ് നമ്മള് ചൈൽഡ് ഡെവലപ്മെന്റ് ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിൽ പഠിച്ചില്ലേ മീസിൽസ് എന്തായിരുന്നു മീസിൽസ്? പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതെല്ലോ, പഠിച്ചാണല്ലോ. മലയാളത്തിൽ എന്താ മീസിൽസിന് പറയുന്ന പേര്? മീസിൽസിന് പറയുന്ന നെയിം എന്താണ്? നമുക്കൊക്കെ അറിയുന്ന പേരാണ്. 5ാം പനി. അതെ, 5ാം പനി. ബോഡിയിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഡോട്ട്, പിങ്ക് കളറുള്ള ഡോട്ട് ആയിരിക്കും കുട്ടികളിൽ കാണുന്നത്. ഒരു മീസിൽസിന്റെ ഒരു ലക്ഷണമാണ്. ചിലപ്പോ 5ാം പനി വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ കോംപ്ലിക്കേഷൻ കൂടുതൽ ആർക്കാന്നറിയാം? ഒരു 6 to 3 years ഉള്ള കുട്ടികൾക്ക് ഈ അസുഖം വന്നാലാണ് കൂടുതലായിട്ട് കോംപ്ലിക്കേഷൻ ആവുന്നത്. അപ്പൊ ഭയങ്കര ഒരു വൈറസ് ആണ് ഈ ഒരു അസുഖം വരുത്തുന്നത്. ഭയങ്കര ഫീവർ ആയിരിക്കും. കുഞ്ഞുങ്ങളുടെ കണ്ണ് റെഡ് ഐസ് ഒക്കെ ആയിട്ട് തോന്നും. പിന്നെ ഫേസിലൊക്കെ ചെറിയ ചെറിയ ഡോട്ട്സ് ഉണ്ടാവും. പിന്നെ വോമിറ്റിങ് കോമൺ ആയിട്ട് സ്കൂൾ ചിൽഡ്രൻസിൽ ഇത് കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതിന് പ്രോപ്പർ ആയിട്ട് നമുക്ക് എന്താ പറയാ ട്രീറ്റ്മെന്റ് എടുക്കാന്ന് പറയുന്നത് വാക്സിനേഷൻ ആണ്. നമുക്ക് വാക്സിനേഷൻ മീസിൽസിന് അവൈലബിൾ ആണ്. നമുക്ക് 9 to 12 monthsൽ ഫസ്റ്റ് ഒരു വാക്സിൻ അവൈലബിൾ ആണ്, MR. പിന്നെ ബൂസ്റ്റർ ഇൻ ഫോം ഓഫ് MMRന്റെ ഫോമില് 15 to 18 monthsൽ ബൂസ്റ്റർ ഡോസും എടുക്കണം. ഓക്കെ, ഇത്രയും വാക്സിൻസ് ആണ് മീസിൽസ് എന്ന് പറയുന്ന അസുഖത്തിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടി എടുക്കാൻ പറ്റുന്നത്. വരാതിരിക്കാനാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. കാരണം വരാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യാം. കുട്ടികളെ പ്രോപ്പർ ആയിട്ട് വാക്സിൻ എടുത്തു. കാരണം ഇപ്പൊ വന്നതാണ് MMR. അപ്പൊ നമ്മുടെ കുട്ടികളുടെ വാക്സിനേഷൻ ഷെഡ്യൂൾ നിങ്ങൾ എല്ലാവരും നോക്കുക. MMR എടുത്തിട്ടുണ്ടോ, MR എടുത്തിട്ടുണ്ടോ? അതായത് നമ്മുടെ ആ വാക്സിനേഷന്റെ കാർഡ് ഉണ്ട്, അല്ലെങ്കിൽ അമ്മയും കുഞ്ഞും എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാർഡൊക്കെ കിട്ടും, അല്ലെങ്കിൽ ഒരു ബുക്കാണിപ്പ. അപ്പൊ ആ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ വാക്സിൻ എടുത്തിട്ടുണ്ട്, ഏതെല്ലാം വാക്സിൻ എടുക്കാത്തതുണ്ട് എന്നൊക്കെ അതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കിരൺ ഓക്കേടാ. ഒരു വൈറൽ ഡിസീസ് ആണ്. കാരണം ഈ കണ്ണുനീര് വഴി അല്ലെങ്കിൽ ആ കുട്ടി ചുമയ്ക്കുമ്പോ മറ്റു കുട്ടികളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്ലോസ് കോണ്ടാക്റ്റിലുള്ളവർക്കാണ്
കൂടുതലായിട്ട് ബാധിക്കുന്നത്. രോഗം വന്ന ആൾക്കാരുടെ ചുമയിലൂടെയും തുമ്മലിലൂടെയും ആ ഡ്രോപ്ലെറ്റ്സ് എന്ത് ചെയ്യണം, വായുവിലേക്ക് സ്പ്രെഡ് ചെയ്യും. അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്താവുകയാണ്, അത് സ്പ്രെഡായി അവർക്ക് ഈ പറഞ്ഞ അസുഖം വരാണ്. വായിലെയോ അല്ലെങ്കിൽ മൂക്കിലെയോ ശ്രവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഉമിനീരോ മറ്റു ശ്രവങ്ങളിലൂടെയും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രെഡ് ആകുന്നുണ്ട്. ചുരങ്ങ് പോലത്തെയാണ്, ആ ഒരു റെഡ് കളറുള്ള പാടായിരിക്കും മേത്ത് മൊത്തം. 4 ദിവസം മുതൽ ഈ ഒരു ഭയങ്കര ഫീവർ ഒക്കെ ആയിരിക്കും, ഭയങ്കര പനിയായിരിക്കും. ഇത് എന്താണ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഇന്ത്യയിലാണ്. ഓക്കെ, പിന്നെ ഇത് ന്യൂമോണിയ ഒക്കെ ആയിട്ട് തിരിയാനുള്ള ചാൻസ് ഉണ്ട്. 5-ാം പനി വന്ന് ന്യൂമോണിയ ഒക്കെ ആയിട്ട് അത് വേറെ രീതിയിൽ തിരിഞ്ഞ് ആ കുട്ടിയുടെ എന്താ പറയാ ലൈഫിന് വരെയും ജീവന് വരെയും അത് എന്താണ് എഫക്ട് ചെയ്യാനുള്ള ഒരു അസുഖം, എഫക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ്. ഓർ ഡിസബിലിറ്റീസ് വരും, അല്ലെങ്കിൽ ഹിയറിംഗ് ഡിസബിലിറ്റീസോ മറ്റെന്തെങ്കിലും ഡിസബിലിറ്റീസ്, ഈ അസുഖം വന്ന് പോയി കഴിഞ്ഞാലും ഇങ്ങനത്തെ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ആ കുട്ടിക്ക് വരാനുള്ള ചാൻസസോ നമ്മൾ ഈ അസുഖം വരാതിരിക്കാൻ മാക്സിമം നമ്മൾ നോക്കാം. ഓക്കെ, MR-ഉം MMR-ഉം സെയിം ആണോ, ഒന്ന് തന്നെയാണോ? എടാ, MR എന്ന് പറയുന്നത് നമ്മള് ഫസ്റ്റ് കൊടുക്കുന്നത് 9 മന്തിൽ കൊടുക്കുന്ന ഇത് മീസിൽസ് പിന്നെ റുബെല്ല. MMR-ലും മീസിൽസ്, മംസ്, റുബെല്ല 3 വാക്സിൻ കൂടി വരുന്നുള്ളൂ. ഒരു ബൂസ്റ്റർ ഡോസ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, അതിനെല്ലാം ഉണ്ട്, കോമ്പിനേഷൻ ആണ് ഈ 3 അസുഖത്തിനും കൊടുക്കുന്ന. MMR 12 monthsലല്ലേ മാം കൊടുക്കുന്നത്? എടാ, MMR ഇത് മക്കളുടെ വാക്സിനേഷൻ ബുക്കില് അറ്റ് 12 months MMR 1 എന്നാ കൊടുത്തില്ല, പിന്നെ 18 monthsലാണ് MMR 2. അത് 12 months എന്നാണ് കിടക്കുന്നത്. 1.5 വയസ്സല്ലേ, 1 to 1. 1.5 വയസ്സില് MMR 2, MMR 1 12 months എന്നാണ് നിൽക്കുന്നത്. പറയുന്നത് അവിടുത്തെ വാക്സിനേഷൻ കാർഡ്. അതെ, ഇത് നാട്ടിൽ നിന്നും കിട്ടിയത് ഇങ്ങനത്തെ തന്നെയാണല്ലോ. ആണോ? 9 to 12 ആണെന്ന് തോന്നുന്നുണ്ട്. അതെ, കാരണം പറഞ്ഞത് ഇവിടത്തെയാണ്. മോള് ജനിച്ചത് നാട്ടിലാ, അപ്പൊ നാട്ടിലത്തെ ഇതിലേക്ക് കോപ്പി ചെയ്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് ഇതിലത് 12 monthsലെ MMR 1, 18 months MMR 2 എന്നാണ്. ഇതിപ്പോ നമ്മുടെ നാട്ടിലെടുക്കുമ്പോ എനിക്ക് MR-ലും MMR-ലും പറയണത് ഒരു 1 year ആണോ, 1 year അതിനുള്ളിൽ എടുക്കണം. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ട് MMR എടുക്കാം എന്നൊരു ഓപ്ഷൻ അവർ പറയാറുണ്ട്. അതെടുത്ത് 1 മാസം കഴിഞ്ഞിട്ട് MMR എടുക്കണം എന്ന് ഞാൻ അത് അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ്. ഡേറ്റ് ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും പല സ്ഥലങ്ങളിലാവുമ്പോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം കേട്ടാ. ആരാ വായിക്കുന്നേ? ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ജസ്റ്റ് വായിച്ചാൽ മതി, ബാക്കി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തോളാം. മടിയൊന്നും പിടിച്ചു നിൽക്കണ്ടാരും. ഓക്കെ, നമുക്കറിയാവുന്ന അസുഖമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. റീഡ് ചെയ്യുന്നില്ല ആരും? എന്താ മിസ് കേട്ടില്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വായിക്കാനായിട്ട് മിസ്സിൽസ് ജസ്റ്റ് റീഡ് ചെയ്യാം, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തോളാം. ഓക്കെ മിസ്സേ, ഞാൻ വായിക്കാം. ഓക്കെ. The baby is immunized against measles between the age of 9 and 12 months and a booster in the form of MMR vaccine at 15 to 18 months. Should there be an epidemic of measles in the area, or should a family member get measles before the baby has been immunized? The doctor usually immunizes the baby to protect it from catching it or keep the case from becoming a bad one if the baby before had it. ഓക്കെ, സാധാരണ രീതിയിൽ നമ്മൾ മീസിൽസിന് കൊടുക്കുന്ന വാക്സിൻ 9 to 12 months അല്ലെങ്കിൽ 12 months 1 yearലാണ് സാധാരണയായിട്ട് MR വാക്സിൻ കൊടുക്കാറ്. അതിന്റെ ബൂസ്റ്റർ ഡോസ്
1.5 വയസ്സിൽ 15 to 18 monthsന്റെ ഇടയിൽ കൊടുക്കാറുണ്ട്. MMR എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കാറ്. മീസിൽസ്, മംസ്, റുബല്ല MMRന്റെ ഫുൾ ഫോം ആണ്. സാധാരണ ഈ ഒരു എപ്പിഡമിക്സ് നമ്മുടെ ഏരിയയിൽ സ്പ്രെഡ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. സോ ഇങ്ങനൊരു എപ്പിഡമിക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ എപ്പോഴും കുട്ടിനെ കുറച്ചും കൂടി നമ്മൾ സാധാരണ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ മക്കൾക്ക് വരാതിരിക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. അപ്പൊ അതേപോലെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും വന്നാൽ ഈ അസുഖം കുട്ടിക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഡോക്ടേഴ്സ് യൂഷ്വലി നമ്മൾ ഈ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവരെന്താ പറയാ പ്രിസ്ക്രൈബ് ചെയ്യാറ് MR വാക്സിൻ എടുക്കണം, അല്ലെങ്കിൽ MMR വാക്സിൻ എടുത്തോ, കുട്ടിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, വരില്ല, അല്ലെങ്കിൽ വന്നാലും അത്ര കോംപ്ലിക്കേറ്റഡ് ആവില്ല എന്ന് പറയാറുണ്ട്. വന്നാലും അത് പോകുള്ളൂ, അതിന് ഓൾറെഡി പ്രതിരോധം നമ്മുടെ കുട്ടിയുടെ ബോഡിയിൽ ഉണ്ടാവും. ഒരു വിശ്വാസമാണ് നമുക്കത്. ആന്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെ നമുക്ക് ഉറപ്പ് തരാം. ഡോക്ടർ ഇമ്മ്യൂണൈസേഷൻ എടുത്തോന്നാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും ഈ മീസിൽസ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട്. ഈ ഒരു അസുഖം വരാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ആൾക്കാരായിട്ട് കോൺടാക്റ്റിൽ വരാതിരിക്കുക. ഫാമിലി ആർക്കെങ്കിലും വരാണെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ ആർക്കെങ്കിലും വരാണെങ്കിൽ എന്ത് ചെയ്യാം, ഇമ്മ്യൂണൈസേഷൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടീനെ മറ്റു കുട്ടികളിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുക. ദെൻ ആ ഒരു ബാക്കി കുട്ടികളെല്ലാവരും വാക്സിൻസ് എടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. വാക്സിൻസ് ആരും എടുക്കാത്തുണ്ടെങ്കിൽ ആ ഫാമിലി വിളിച്ച് പറയാം, ഈ ഒരു കുട്ടിക്ക് ഇവിടെ മീസിൽസ് 5-ാം മണി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ വാക്സിൻ എടുക്കാത്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് വാക്സിൻ എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് ആൺകുട്ടികളെ ബാധിക്കുന്ന കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. മീസിൽസ് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെക്കാളും മംസ് അതെ MMRലെ കേസിലാട്ടോ. ഇത് ഒത്തിരി ആൺകുട്ടികളെ ബാധിക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് ഞാൻ ഒരു ബുക്കിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് ഏതാണ്, റുബല്ല എന്ന് പറയും. ഓക്കെ, ജർമ്മൻ മെലൈസിസ് അല്ലെങ്കിൽ മിസിൽസ് എന്ന് പറയുന്നത്. റുബല്ല എന്ന് പറയുന്നത് ROV വൈറസ് മൂലം നമുക്ക് വരുന്നൊരു പകർച്ചവ്യാധിയാണ് റുബല്ല എന്ന് പറയുന്നത്. നമ്മൾ ROV റുബല്ലയുടെ വൈറസ്, ജസ്റ്റ് ആ പേരൊന്നും നമുക്ക് അത്ര ഇമ്പോർട്ടന്റ്, എന്നാൽ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നുള്ളൂ. റുബല്ല നമ്മളൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ചെറുപ്പത്തിലല്ല, എനിക്ക് തോന്നുന്നു എന്റെ ഏജ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കൊക്കെ, എന്റെ ജനറേഷന് കഴിഞ്ഞിട്ടുള്ള എന്റെ വീട്ടിലേക്കൊക്കെ ഈ റുബല്ലയുടെ വാക്സിൻ സ്കൂൾ വഴിയൊക്കെ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. റുബല്ല പഠിക്കുമ്പോഴാണ് എനിക്ക് റുബല്ലന്റെ വാക്സിൻ എടുത്തത് സ്കൂളിൽ നിന്ന്. ഞാൻ 8th. ഓക്കെ, ഞാൻ പോകുന്നുണ്ട് ക്ലാസ്. ഞാൻ സ്കൂള് കഴിഞ്ഞു 10th കഴിഞ്ഞുകൊണ്ട് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല വാക്സിൻ. അപ്പോ കാരണം റുബല്ല വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കോംപ്ലിക്കേഷൻസ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ 10th 16 ഏജില് നമുക്കൊരു വാക്സിൻ 16 yearsൽ സ്കൂളുകളിൽ വാക്സിൻ കൊടുക്കൂലേ, 10th or 16. അപ്പൊ ആ വാക്സിന്റെ ഒപ്പം തന്നെ റുബല്ല ആ ടൈമിൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന അമ്മമാർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് വൈകല്യങ്ങൾ ഉള്ളതായിട്ട് റിപ്പോർട്ട് വന്നു. അതുകൊണ്ടാണ് ഈ ഒരു വാക്സിൻ നിർബന്ധമാക്കിയത്. ഇത് സാധാരണയായി നിങ്ങളുടെ മുഖത്ത് ആരംഭിച്ച് ശരീരത്തിലേക്ക് നീങ്ങുന്ന ഒരു ചുണങ്ങു ഉണ്ടാകുന്നു. സാധാരണ റുബല്ലയുടെ ഇമേജ് കാണിക്കാം. നമ്മള് നിസ്സാരം എന്നൊക്കെ വിചാരിക്കും മിക്ക അസുഖങ്ങളും, പക്ഷെ എല്ലാത്തിനും ഒരു ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ്. റുബല്ലയും 5-ാം പനിയുടെ തന്നെയാണ്. പേര് ജർമ്മൻ മീസിൽസ് അല്ലെങ്കിൽ 5-ാം പനി പോലെ തന്നെയാണ് റുബല്ല വരുന്നത്. 5-ാം പനിയേക്കാളും വലിപ്പമുള്ള ആ ഒരു ചുണങ്ങിന് വലിപ്പം കൂടുതലായിരിക്കും. പിന്നെ ചിക്കൻ ബോക്സിന്റേതുമായ ചെറിയ കുരുക്കൾ പോലെ ആയിരിക്കും അത് വരുന്നത്, റുബല്ല വരുന്നത്. 5-ാം പനിയാണോ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് തെറ്റിദ്ധരിക്കും. നമ്മൾ റുബല്ലയാണോ 5-ാം പനിയാണോ എന്ന് പെട്ടെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇത് സാധാരണയായിട്ട് മുഖത്താണ് ആരംഭിക്കുന്നത്. പിന്നെ ബാക്കി നമ്മുടെ ബോഡിയിലേക്ക് സ്പ്രെഡ് ആകും. ഗർഭസ്ഥാവസ്ഥയിൽ റുബല്ല ബാധിച്ചവരിൽ നവജാത ശിശു ന്യൂബോൺ ബേബീസില് ഇത് ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമായി എന്ന് റിപ്പോർട്ടുകളുണ്ട്. നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് റുബല്ല വന്നു കഴിഞ്ഞാൽ അത് കുട്ടികളുടെ ഹെൽത്തിനെ ബാധിക്കുന്നതായിട്ട് എന്തുണ്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. റുബല്ലയെ ജർമ്മൻ മീസിൽസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ അറിയപ്പെടുന്നുണ്ട്, അങ്ങനത്തെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. റുബല്ല വൈറസ് മൂലം ഉണ്ടാകുന്ന അണുബാധയാണ് ഈ ഒരു റുബല്ല വൈറസ്. അങ്ങനെ എഴുതി വെച്ചോട്ടോ, റുബല്ല വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു അണുബാധയാണ് എന്ത് റുബല്ല എന്ന് പറയുന്ന അസുഖം. ഈ രോഗം പലപ്പോഴും നമുക്ക്
എന്താണ് പെട്ടെന്ന് പകുതിയോളം ആളുകൾ പെട്ടെന്ന് സ്പ്രെഡ് ആവും. പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം നമ്മൾ 5-ാം പനി അന്ധരിക്കും. കാരണം 5-ാം പനിയോടും ചിക്കൻ ബോക്സിനോടും അടുത്ത് നിൽക്കുന്ന ലക്ഷണങ്ങളാണ് സാധാരണ ഇത് കാണിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഇത് റുബെല്ലയാണോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചെറിയ ഡിഫിക്കൽറ്റി ആണ്. മെയിൻ ആയിട്ട് വരുന്ന ലക്ഷണങ്ങളാണ് പനി, തൊണ്ടവേദന, ക്ഷീണം എല്ലാം ഉണ്ടാവും. മുതിർന്നവരിൽ ഇത് സന്ധിവേദന, പേശിവേദന അങ്ങനത്തെ പ്രശ്നങ്ങള്, പിന്നെ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ്, അതേപോലെ കുട്ടികളിലൊക്കെ മറ്റേ വിഷ്ണം, വീക്കം, ഞരമ്പുകളുടെ വീക്കം ഇതൊക്കെ വരാനായിട്ട് എന്ത് വരും, ഈ റുബെല്ല വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നതായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഗർഭസ്ഥാവസ്ഥയിലൂടെ ആദ്യഘട്ടത്തിലാണ് ഈ അണുബാധ വന്നതെന്ന് വിചാരിക്കും. അപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഒരു 3 മാസത്തിനുള്ളിലാണ് റുബെല്ല വന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്മളുടെ പ്രഗ്നൻസി പോലും അബോർഷൻ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പ്രഗ്നൻസി പോലും അബോർഷൻ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോ എല്ലാ കുട്ടികളിലും എന്താ ഈ MMR വാക്സിൻ നിർബന്ധമാക്കിയിരിക്കുന്നത്, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആൺകുട്ടികൾക്ക് ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വിഷ്ണുക്കൾക്ക് വീക്ക്നെസ് സംഭവിക്കും. അവരെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് അല്ലെങ്കിൽ റീപ്രൊഡക്ഷന്റെ മെയിൽ റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി എന്താവും, കുട്ടികളിൽ തടസ്സപ്പെടും, അല്ലെങ്കിൽ അത് അവർക്ക് റീപ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് അവർ മാറും. ഓക്കെ, എന്താണ് ഇൻഫെർട്ടിലിറ്റി കോസിംഗ് ആണ്. റുബെല്ല വന്നു കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ്. MMR വാക്സിൻ നിർബന്ധമായിട്ട് എടുക്കണം. 15 to 18 months ആണ് നമ്മൾ കുട്ടികളുടെയൊക്കെ വാക്സിനേഷൻ ഷെഡ്യൂൾ എടുത്ത് നോക്കുക. MMR വാക്സിൻ എടുത്തിട്ടുണ്ടോ, അതെപ്പോ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ എടുക്കാത്തവർക്ക് നമുക്കത് ഹെൽത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ എല്ലാവരും എടുത്തു എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു. റുബെല്ല വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു അണുബാധയാണ് റുബെല്ല എന്ന് പറയുന്നത്. ചിക്കൻ ബോക്സ് പോലെ ചെറിയ ചെറിയ ഡോട്ടുകളാണ് ശരീരത്തിൽ വരുന്നത്. പക്ഷെ നമുക്കിത് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല, കാരണം പെട്ടെന്ന് സ്പ്രെഡ് ആവും. പക്ഷേ നമ്മൾ 5-ാം പനിയാണ് അല്ലെ മറ്റേതെങ്കിലും അസുഖത്തിന്റെ ലക്ഷണമാണെന്ന് വിചാരിക്കും. പക്ഷെ റുബെല്ലയാണ് പെട്ടെന്ന് മനസ്സിലാവില്ല. തൊണ്ടവേദന, പനി, ക്ഷീണമായിരിക്കും. മുതിർന്നവരിൽ സന്ധിവേദന, കാലുവേദന, കൈവേദന അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ വരുന്ന സൈഡ് എഫക്ട്സ് ആണ് നമ്മൾ പറഞ്ഞ വിഷ്ണത്തിന് വീക്കം, ഞരമ്പുകൾക്ക് വീക്കം, പിന്നെ അബോർഷൻ. ഫസ്റ്റ് നമുക്കറിയാലോ 3rd months എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്റർ ഇതാണ്. ഫസ്റ്റ് ആ 3 മാസത്തിനുള്ളിലാണ് ഈ അസുഖം വരുന്നതെങ്കിൽ അബോർഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾക്ക് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് റുബെല്ല അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ നവജാത ശിശു, നമ്മൾ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് മറ്റെന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഇതിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വാക്സിനേഷൻ എടുക്കുക എന്ന് മാത്രമാണ്. ഓക്കെ, മീസിൽസിനെ കുറിച്ചും റുബെല്ലനെ കുറിച്ച് മനസ്സിലായോ? ജർമ്മൻ മീസിൽസ് മനസ്സിലായി മിസ്സേ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം. നമ്മള് ആൺകുട്ടികളുടെ കാര്യത്തിലൊക്കെ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. അതേപോലെ പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അവർക്കാണ് കൂടുതലായിട്ട് ഈ സൈഡ് എഫക്ട്സ് ആയിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തതാണ് മംസ്. എന്താണ് മംസ്? മുണ്ടിനേര് വന്നിട്ടുണ്ട് കേട്ടോ മംസ്. അത് നമ്മളെ താടി ഈ ഒരു ഭാഗത്ത് ഭയങ്കര പെയിനായിരിക്കും. പക്ഷെ ഞാൻ ചെറുപ്പത്തിലാണ് വന്നത്. വാക്സിനൊന്നും എനിക്കും വന്നിട്ടുണ്ട്. ചെറിയ ക്ലാസ്സിലായിരുന്നു. ചെറിയ ഏജിലാണ് വന്നത്. ഒത്തിരി ചെറിയ ഏജിലായിരുന്നു വന്നത്. ഇതേപോലെ ഒരവസ്ഥ. നമ്മുടെ താടി ഈ ഒരു ഭാഗത്തായിട്ട് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു വീക്കം പോലെ ആയിരുന്നു. ചിലവരിൽ ഇങ്ങനെ ഒരു വീക്കൊന്നും ഉണ്ടാവില്ലല്ലോ, പനി മാത്രല്ലേ ഉണ്ടാവാറുള്ളൂ. ആണല്ലേ? ഞാൻ അനുഭവിച്ചുകൊണ്ട് പറയാണ്, എനിക്ക് നല്ല വീക്കം ഉണ്ടായിരുന്നു. അത് കുറഞ്ഞു വന്നപ്പോ സമാധാനം കിട്ടി. മംസ് എന്ന് പറയുന്ന ഒരു വൈറസ് മൂലമാണ് മുണ്ടുനീര് എന്ന് പറയുന്ന പകർച്ചവ്യാധി സ്പ്രെഡ് ആകുന്നത്. പ്രധാനമായ ലക്ഷണങ്ങൾ പനി, തലവേദന, പിന്നെ പേശിവേദന, വിശപ്പില്ലായ്മ, ഇതെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഈ ലക്ഷണങ്ങൾ സാധാരണയും മുഖത്തിന്റെ വശത്തേക്ക് വേദനയോ അങ്ങനെ നമ്മുടെ ഈ സൈഡിലേക്ക് ഒരു പ്രത്യേക പെയിനൊക്കെ തോന്നും. ആലോചിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആ ഇടയ്ക്ക് 2 അസുഖങ്ങൾ വന്നു. ഞാൻ 4th പഠിച്ചപ്പോഴാണ്. 4th വെക്കേഷൻ, സമ്മർ വെക്കേഷന്റെ സമയത്താണ്. അടുത്തടുത്തുള്ള വെക്കേഷൻ, ഇപ്പൊ 3rd വെക്കേഷന് എനിക്ക് കണ്ണീരട വന്നത്. പിന്നെ 4th വെക്കേഷന്
മംസും വന്നു. അപ്പൊ അത് കുട്ടികളെ ഞങ്ങളൊക്കെ എനിക്ക് സ്പ്രെഡ് ചെയ്തത് ഞങ്ങൾ ഒരുമിച്ച് കുറെ കുട്ടികൾ ഒരുമിച്ച് കളിക്കും. വെക്കേഷൻ ആവുമ്പോ എല്ലാവരും പഠിക്കാനൊക്കെ പോകുമ്പോൾ പുറത്താണ് അവരുടെ എന്താ പറയാ അവരുടെ വീടുകളിലായിരിക്കും. എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് തറവാടാണ്, ഒരുമിച്ച് എല്ലാവരും കൂടി ആയപ്പോ ഒരു കുട്ടിക്ക് ഇതുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടുതൽ ഒരു കുട്ടിക്ക് ഇത് ഉണ്ടായിരുന്നു. മാറി എന്നാണ് പറഞ്ഞത്, അധികം ദിവസം ആയിട്ടില്ല. പക്ഷെ മാറിയിട്ട് അതിൽ 16 ഡേയ്സോ അങ്ങനെ എന്തോ നോക്കണം തോന്നുന്നു. 16 ഡേയ്സ് എന്തോ നോക്കണം. പക്ഷെ ആൾക്ക് മാറിയിട്ട് എന്തോ 10 ദിവസം കണ്ട് വന്ന് മാറി, വേറെ ലക്ഷണങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ളവർക്കാണ് കൂടുതലായിട്ട് സ്പ്രെഡിങ് കൂടുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, ഈ മുഖത്തേക്ക് നീരൊന്നും ഇല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ മുഖത്തേക്ക് വരാനുള്ള ചാൻസ് ഇല്ല. അവര് സ്പ്രെഡ് ചെയ്യും. ഈ അസുഖം ഇല്ലല്ലോ, ലക്ഷണങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പൊ മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾക്ക് അവരുണ്ടായിരുന്നു, സ്പ്രെഡ് ചെയ്തു, എല്ലാവർക്കും വന്നു. ലാസ്റ്റ് ആണ് തോന്നുന്നത് എനിക്ക് വന്നത്. അപ്പൊ എല്ലാവരും ഏകദേശം ഒരു 16 ദിവസമൊക്കെ വീട്ടില് ഒന്നും ചെയ്യില്ല, ആരുടെ അടുത്ത് പോവില്ല, ആരും കൂട്ടൊന്നുമില്ല, നമ്മൾ ഒറ്റയ്ക്ക്. പിന്നെ മരുന്ന് മെടയ്ക്ക് എനിക്ക് ആയുർവേദമാണെന്ന് കാണിച്ചത്. എന്ന് പറയുമ്പോ ഒരുപാട് നാൾക്ക് മുമ്പാണ്ടോ, എത്രയാണ് 2002 ആ ഒരു കാലഘട്ടമാണ് ഞാൻ പറയുന്നത്. സുനാമി വന്നേക്കാളൊക്കെ മുമ്പത്തെ ആ ഒരു ടൈമിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ ഒരു ഭയങ്കര ഒറ്റപ്പെടലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. വീട്ടിലെ അനിയത്തിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അടുത്തേക്കൊന്നും ഞാൻ പോവില്ല. എനിക്ക് മാത്രമേ വന്നുള്ളൂ ഭാഗ്യത്തിന്, വേറെ ആർക്കും വന്നില്ല. ഞാൻ അങ്ങനെ എല്ലാവരും നിന്നും കുറച്ച് ഒതുങ്ങി മാറി നിന്നു. അനിയത്തിക്ക് വരണ്ടാലോ, ചെറുതാണ്, ആൾക്ക് ഒട്ടും ആരോഗ്യമില്ലാത്തതാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കെയർഫുൾ ആയിരുന്നു. അമ്മയും അതെ, അമ്മയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളില് എന്താ പറയാ, അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്യണ കാര്യത്തിൽ എന്റെ അമ്മ കഴിഞ്ഞ വേറൊരാളുള്ളൂ. ചെറിയൊരു പനിയാണെങ്കിൽ പോലും അമ്മ ഭക്ഷണം നമുക്ക് റൂമിലേക്ക് കൊടുത്തു. നീ ഇവിടെ നിന്നു, ബാത്റൂം ഉണ്ട്, ബാത്റൂമും റൂമുണ്ട്, നീ ഇവിടെ നിന്ന് വേറെ എവിടേക്ക് ഇറങ്ങണ്ട, എന്താവശ്യമുള്ളൂ പറഞ്ഞു ഞാൻ കൊടുത്തരാം. അമ്മ വരില്ല നമ്മുടെ അടുത്തേക്ക്. അപ്പൊ ചെറിയ പനിയാണെങ്കിൽ പോലും അമ്മ നമ്മുടെ അടുത്തേക്ക് വരില്ല. കൊറോണയ്ക്ക് നമ്മൾ വിചാരിക്കും കൊറോണയൊക്കെ ആയിരുന്ന സമയത്തായിരിക്കും അങ്ങനെ ശീലിച്ചത്. പക്ഷെ അല്ല, അമ്മ ചെറുപ്പം മുതൽ അങ്ങനെയാണ്. നമുക്ക് എന്തെങ്കിലും പനിയൊക്കെ വന്നു കഴിഞ്ഞാല് എന്റെ അടുത്തേക്ക് അനിയത്തിയൊന്നും വരില്ല. അതേപോലെ തന്നെയാണ് ഇപ്പോഴും. ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നമുണ്ട്. അനിയത്തിനൊക്കെ വിട്ടാലും കുഴപ്പമൊന്നുമില്ല, കുഞ്ഞ് എന്റെ മക്കളാ എന്റെ അടുത്തേക്ക് വിടൂല. ആള് ഞാനേ എനിക്ക് പനിയാണ് അമ്മയെന്ന് പറഞ്ഞു ഞാൻ അവിടെ വന്ന് പെട്ടി കടന്നിട്ട് ഞാൻ പറയും, ഞാൻ കരച്ചിട്ട് തന്നെ നീ അവിടെ കടന്നോളാൻ പറയും. അപ്പൊ ഞാൻ പറയും, ഇല്ലാമ്മ ഞാൻ കടന്നോളാം, കുഞ്ഞല്ലേ, ഇപ്പം കടന്നോട്ടെ, അവർക്ക് അറിയില്ലേ. അമ്മ എനിക്ക് തരില്ല. അമ്മ കൊണ്ടുപോയി അവനെ ഒരുമിച്ച് കടത്തി ഉറക്കുള്ളൂ. അപ്പൊ എന്താ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റേത് ഓൾറെഡി അവനെ പനി കിട്ടിയിട്ടുണ്ടാവും. ദെൻ എന്റെ പനി മാറി അവന്റെ പനി മാറി കഴിയുമ്പോഴേക്കും അമ്മയ്ക്കും ആ പനി വരും. അപ്പൊ അമ്മ കുറച്ചും കൂടി ശ്രദ്ധിക്കും. എനിക്ക് പനിയാന്ന് പറഞ്ഞാല് എന്നെ തൊടിയിക്കില്ല അവരെ, കാരണം അവന് ഇത്തിരി ഇമ്മ്യൂണിറ്റി കുറവാണ്. ആള് എന്താ പറയാ, കുറച്ച് എന്താ പറയാ പ്രീമെച്യൂർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത്തിരി ഇമ്മ്യൂണിറ്റി കുറവുണ്ട്, ചെറുതായിട്ട് ഇത്തിരി ഇമ്മ്യൂണിറ്റി കുറവുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടി ആളുടെ കാര്യത്തിൽ മാത്രം കുറച്ചുകൂടി കോൺഷ്യസ് ആണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ വീട്ടിൽ ആർക്കും എന്ത് അസുഖം ഉണ്ടെങ്കിലും ആളെ അതിനെ ഐസൊലേറ്റ് ചെയ്യും. ഇപ്പൊ ആള് കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഇമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ കുറവാണ്. എപ്പോഴും വയ്യാഴിയൊക്കെ വരും. ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു കാറ്റടിച്ചാൽ മതി, ആർക്കെങ്കിലും ഒരാൾക്ക് ചുമയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാല് പെട്ടെന്ന് അഫക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന മംസിന്റെ കാര്യം. എനിക്ക് ചെറുപ്പത്തിൽ മുടി വീക്കം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കേടാ. എന്റെ അച്ഛനൊക്കെ ഒരു വിഷവൈദ്യനായിരുന്നു. അപ്പൊ ഒരു മരത്തിന്റെ തടി പോലത്തെ ഒരു സാധനം അരച്ച് തേച്ച് വെച്ചിട്ടാണ് എന്റത് മാറിയത്. അത് അത് എന്താന്നറിയില്ല, ഏത് മരത്തിന്റെ എന്താന്നറിയില്ല, ഒരു തടി അരച്ചിങ്ങനെ നമ്മൾ അങ്ങനെ എന്തോ ആണ്. എനിക്കെന്തൊരു ലിക്വിഡ് ആയിരുന്നു, ഒരു നല്ല കുഴമ്പ് പോലത്തെ എന്തോ ലിക്വിഡ് ഞാൻ തന്നെയാ പരത്തിയിരുന്നത്. അത് ഒരു കാപ്പി കളറിൽ ഇങ്ങനെ കട്ടിയുള്ള ഒരു ലിക്വിഡ്, ഇങ്ങനെ അത് തൂവലോണ്ടൊക്കെയാന്ന് എനിക്ക് പരത്തി തന്നത് എന്റെ ഓർമ്മയില്ല കേട്ടാ. ഒരു കാപ്പി കളർ ഒരു കാപ്പി കളർ, ഒരു പ്രത്യേക മണാണ്. ആയുർവേദം അല്ലേ? ആയുർവേദാണോ എന്നറിയാം. എനിക്ക് ഹെൽത്ത് സെന്ററിൽ ടാർപ്പറ്റ് ഓയിൽ പോലത്തെ. എന്താണ് ഇംഗ്ലീഷ് മരുന്നുകളിലും ആ മരുന്ന് തന്നെ ഉണ്ട് ഇപ്പൊ പെരട്ടാൻ, ഒരു കാപ്പി കളർ ഒരു മരുന്ന്. കഴിഞ്ഞ നവംബറിൽ എന്റെ മോനിക്ക് വന്ന് മാറിയതാണ്. ആണോ? മോനാണോ വന്നത്? ആ മോനിക്കാ വന്നത്, വേറെ ആർക്കും വന്നില്ല. എന്നാ മൂത്തത് ഒരാളുണ്ടായി മോള്, പക്ഷെ അവക്കൊന്നും വന്നില്ല, അവനിക്ക് മാത്രമേ വന്നുള്ളൂ. സ്കൂളിൽ നിന്ന് എന്റെ കിട്ടിയതാണ്.
വാക്സിന് MMR എടുത്തിട്ടില്ല അവർക്ക്. അത് MMR എടുത്തിട്ടുണ്ടായില്ല. എടുത്തിട്ടുണ്ടായിരുന്നോ? MR എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്തിട്ടുണ്ടായിരുന്നില്ല. എത്ര വയസ്സായിട്ടുണ്ടായിരുന്നു? അവന് 5 വയസ്സ്. 5 വയസ്സ്. ഇപ്പൊ 5 വയസ്സ്. അന്ന് ഇവിടെ ഇതുവഴി മറ്റേ ഹെൽത്ത് സെന്റർ വഴി MMR ഉണ്ടാവില്ല, അന്ന് ഉണ്ടായിരുന്നില്ല അവന് ടൈമിൽ. അപ്പൊ വേറെ പ്രൈവറ്റ് ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞു അവര്. അപ്പൊ അത് അന്ന് എടുത്തിട്ടുണ്ടായില്ല. ഞാൻ എടുത്തിട്ടുണ്ട്, എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇത്തിരി പൈസ ആവും, പക്ഷെ എടുക്കണം നല്ലതാണ്, പ്രത്യേകിച്ച് ആൺകുട്ടി ആയതുകൊണ്ട്. കേട്ടോ? ഓക്കെ. എടുക്കണോണ്ടാണത് നമ്മള് ഇനി വരുന്നത്. ഓക്കെ, അപ്പൊ അത് വരുന്നത് നല്ലതല്ല, അതുകൊണ്ടാണ് ആൺകുട്ടികളായതുകൊണ്ട്. ഇത് വന്ന മാം ആൺകുട്ടികൾക്ക് ഈ വന്ധ്യത അങ്ങനത്തെ ഇതൊക്കെ വരുന്നാണ് അല്ലേ പറയാ? ഈ രസങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വരാനുള്ള ചാൻസ് ഉണ്ട്. വരുന്നത് ഏതാണ്? നമ്മളുടെ റുബെല്ലയാണ് മെയിൻ ആയിട്ട് ആ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞ ഇൻഫെർട്ടിലിറ്റി വരുന്നതിന് റുബെല്ല. MMR വാക്സിൻ എടുക്കാം നമ്മള്, എന്തായാലും MMR എടുക്കാം. അതുണ്ടായിരുന്നില്ല മുമ്പേ. അപ്പോ ചില കുട്ടികൾക്കൊന്നും ആ വാക്സിൻ കിട്ടിയിട്ടില്ല, പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും അത് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട്. ചില കുട്ടികൾക്ക് പ്രൈവറ്റിൽ എടുക്കണം. ആ പ്രൈവറ്റിൽ എടുക്കുന്നതുകൊണ്ട് ചില അമ്മമാര് മിസ്സാക്കാറുണ്ട്. നമ്മുടെ മക്കളുടെ ലൈഫാണ്, സോ അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കണ്ട. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന മംസിന്റെ കാര്യമാണ്. മുണ്ടുനീര് എന്ന് പറയും. ഇത് മുണ്ടുനീരാണ് ബാധയുടെ ഏറ്റവും സാധാരണമായ ലക്ഷണമാണ്. ഇങ്ങനെ ഒരു ഇവിടെ നമ്മുടെ ഈ പറഞ്ഞ ഗ്രന്ഥി, ഈ സ്പാൻഡെക്സ് എന്ന് പറയുന്ന ഇവിടെ ഒരു ഗ്രന്ഥി ഉണ്ട്, അത് ഇങ്ങനെ വീർത്ത് വരും. അത് സാധാരണ നോർമൽ ആയിട്ടുള്ളതാണ്. ഈ വൈറസ് ബാധ ഏറ്റു കഴിഞ്ഞാൽ 16 to 18 ദിവസത്തിന് ശേഷമാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. എത്ര ദിവസമാണ്? 16 to 18. നമുക്ക് ഒരാൾക്ക് വന്ന് അത് മറ്റൊരാൾക്ക് സ്പ്രെഡ് ആവാനായിട്ട് 60. ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അസുഖമാണോ ഈ മുണ്ടുനീര് എന്ന് പറയുന്നത്? അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡേഞ്ചർ ആവും. കുട്ടികളിലൊക്കെ സാധാരണ കണ്ടുവരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചത്. ഡേഞ്ചർ അല്ല, പക്ഷെ നമുക്കൊരു പരിധി വരെയും അത് ഞാൻ പറഞ്ഞില്ലേ സൈഡ് എഫക്ട്സിന്റെ കാര്യം, അത് ഒഴിവാക്കാനായിട്ട് ഇത് പറ്റും വാക്സിൻ എടുക്കുകയാണെങ്കിൽ. റുബെല്ലയ്ക്കല്ലേ ടീച്ചർ പറഞ്ഞത് റീപ്രൊഡക്ഷന്റെ പ്രോബ്ലം വരുന്നൊക്കെ പറഞ്ഞത്? അതെ, MMR വാക്സിൻ ആണ്. ഒപ്പം തന്നെ റുബെല്ലയുടെ വാക്സിനും മംസിന്റെ വാക്സിനും ഉണ്ട്. മുഴുവൻ അണുബാധ ഏകദേശം 3-ൽ ഒരാൾക്ക് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. സാധാരണ പറയില്ലേ, അവരാണ് ഈ സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർ. ചില ആൾക്കാർക്ക് മാത്രമേ ഇവിടെ ഈ കവളത്തിന് ഇങ്ങനെ ഒരു ഇത് തോന്നാറുള്ളൂ. അതിൽ 3-ൽ ഒരാൾക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലല്ലേ, അതുകൊണ്ടാണ് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നത്. ഈ MMR പുതിയ വാക്സിൻ ആണോ? പുതിയതാണ് കേടാ, കുറച്ച് പുതിയതാണ്. കുറച്ച് പുതിയ പറഞ്ഞാൽ എന്റെ മോനിപ്പോ 9 years ആയി. അവന് ഇപ്പൊ അപ്പോഴൊക്കെ ഉണ്ടോ? ഞാൻ ഏതൊക്കെ വാക്സിൻ ഒന്നും നോക്കിയിട്ടില്ല, പക്ഷെ അവനിപ്പോ അടുത്തുണ്ടായിരുന്നു. മോൾക്ക് ഇപ്പൊ 11 വയസ്സായി. മോൾക്ക് കൊടുത്തിട്ടുണ്ട്. MMR സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തത്. ഈ വാക്സിൻ വന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തത്. മോന്റെ പറയാൻ പറ്റില്ല ദിവ്യയുടെ, അവിടെയാണോ കൊടുത്തത്? അതെ, ഞാൻ ഇവിടെയാണ് രണ്ടാൾക്ക് MMR കൊടുത്തത്. അതുകൊണ്ടാണ് നമുക്ക് അവിടുത്തെ വാക്സിൻ ഇവിടുത്തെ വാക്സിൻ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. മോൻ പറഞ്ഞത് മോന് വാക്സിൻ കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. MMR 12 monthsലും കൊടുത്തിട്ടുണ്ട്, 18 monthsലും കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്തിട്ടുണ്ടോന്ന് ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ അവനിങ്ങനെ മുണ്ടുനീര് വന്നപ്പോ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ അവരതൊന്നും ചോദിച്ചില്ല എന്നോട്. ഈ മുണ്ടുനീരിന് ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാലും മുണ്ടുനീര് വരും, പക്ഷെ അത് വലിയ സ്ട്രോങ് ആവൂല എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. കോംപ്ലിക്കേഷനോ അധികം റിസ്കിലേക്ക് പോകില്ല, സൈഡ് എഫക്ട്സ് കുറവായിരിക്കും. നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന നാദിയ എന്ന് പറഞ്ഞ കുട്ടിക്ക് മോൾക്ക് ആർക്കും അങ്ങനെ ഉണ്ടെന്ന് പറയണ്ടായിരുന്നു. അത് ഈ സമയം ഈ സീസണിലുണ്ട്. എന്റെ മോള് പഠിക്കുന്ന സ്കൂൾ മുഴുവനായിട്ടുണ്ട്. എന്നിട്ട് 2 ആഴ്ചത്തോളം സ്കൂൾ അടച്ചിട്ടതായിരുന്നു. ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആവും. എന്റെ കോംപ്ലിക്കേഷൻ പനിയൊക്കെ കൂടുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. എന്റെ കോംപ്ലിക്കേഷൻ അതിനനുസരിച്ചാണ് കൂടുക. ചില മക്കൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചിലവർക്ക് സിമ്പിളായിട്ട് വന്നു പോകുന്നവരാണ്, അവർക്ക് വേറെ ലക്ഷണങ്ങളൊന്നും ഇല്ലല്ലോ, അവരാണ് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർ.
കാരണം കുറ്റം പറയാൻ വരെ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് നമ്മുടെ ടെസ്റ്റിലേക്ക് വരാം. ടെസ്റ്റിൽ കുറച്ച് വാക്സിനേഷന്റെ മാം ഞാൻ പറഞ്ഞ ആ മരം എന്ന് പറയും ഞങ്ങളിവിടെ പറയുന്നത് പ്ലാത്താടി എന്നാണ്. പ്ലാത്താടി എന്താണ് ശരണ്യ? പ്ലാത്താടി എന്നാന്ന് പറയില്ല. പിന്നെ പ്ലാവ് മൂത്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന എന്തോ ഒരു സംഭവം, ഒരു പശ പോലത്തെ. ഒന്നും ക്ലിയർ ആയി കേൾക്കുന്നില്ലടാ. ക്ലിയർ ആവുന്നില്ലടാ, എനിക്ക് മാത്രം വിചാരിച്ചു ഞാൻ. പറഞ്ഞോ ശരണ്യ, ഓക്കെ പറയോ? പ്ലാവ് മൂത്ത് കഴിയുമ്പോ അതിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു പശാന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പൊ അതിന്റെ മെഡിസിനാ പ്ലത്താടി. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് റെഗുലർ വാക്സിൻസ് ആണ് പറയുന്നത്. എ റെഗുലർ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ നീഡഡ് ടു ഫോളോ സിൻസ് ദ ടൈം ഓഫ് ബർത്ത് ഓഫ് ദ ചൈൽഡ് ടിൽ ദ സ്റ്റേജ് മെൻഷൻ ഇൻ ദ ഷെഡ്യൂൾ. താഴെ പറയുന്ന ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന വാക്സിൻസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. കുട്ടികളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ വാക്സിൻസ് ഓരോ സ്റ്റേജസിൽ കൊടുക്കുന്നുണ്ട്. ബിഫോർ ബർത്ത്, കുട്ടി ജനിക്കുന്നതിന് മുമ്പ്, ഞാൻ പറഞ്ഞു കുട്ടി ജനിക്കുന്നതിന് മുമ്പേ വാക്സിൻസ് കൊടുക്കുന്നുണ്ട് കുട്ടിക്ക് വേണ്ടിയിട്ട്, അല്ലെ? അതെ അതെ. ആ വാക്സിൻ ഫസ്റ്റ് ഏതാണ്? ടെറ്റനസിന്റെ TT ആണ് കൊടുക്കുന്നത്. TT സാധാരണയായിട്ട് ഞാൻ പറയാം, ലേറ്റ് നിങ്ങളുടെ എഴുതിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് തെറ്റ് അത് പറഞ്ഞാൽ മതി. ഞാൻ പറയുന്നത് കറക്റ്റാണ് നോക്കാം. ടെറ്റനസിന് വാക്സിൻ TT കൊടുക്കുന്ന 3 മാസത്തിലാണ്. പ്രഗ്നന്റ് ആയി എന്നറിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് വാക്സിൻ എടുക്കാം. വിത്തിൻ 3 മന്ത്സ്, 3 മാസത്തിനുള്ളിൽ TTയുടെ വാക്സിൻ എടുക്കാം. വിത്തിൻ 3 മന്ത്സ് എന്നാണ് നമ്മൾ പ്രഗ്നന്റ് എന്നറിഞ്ഞു ഉടനെ നമുക്ക് വാക്സിൻ എടുക്കാം. ഓർ വിത്തിൻ 3 മന്ത്സിൽ നമുക്ക് ഫസ്റ്റ് ഡോസ് എടുക്കാം. ദെൻ സെക്കൻഡ് ഡോസ് വിത്തിൻ 5 മന്ത്സ് ആണ്. വിത്തിൻ 5 മന്ത്സ്, 5 മാസത്തിനുള്ളിൽ നമ്മൾ വാക്സിൻ എടുക്കണം, TTയുടെ രണ്ടാമത്തെ ഡോസ്. ഇനി പ്രഗ്നൻസി തമ്മിൽ അധികം ഗ്യാപ്പ് ഇല്ല, 3 വർഷത്തിന്റെ ഗ്യാപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഈ 2 വാക്സിൻ ഓൾറെഡി നമ്മൾ ആദ്യത്തെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഫസ്റ്റ് ഡോസ് സെക്കൻഡ് ഡോസ് എടുത്തിട്ടുണ്ട്. സോ നമ്മൾ പ്രഗ്നൻസി തമ്മിൽ അധികം ഗ്യാപ്പ് ഇല്ല, 3 ഇയേഴ്സ് ഗ്യാപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഈ വാക്സിൻ ഒരുമിച്ച് ഒറ്റ ബൂസ്റ്റർ ഡോസ് ആയിട്ട് 5-ാം മാസം എടുത്താൽ മതി. ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയാം. എനിക്ക് അങ്ങനെ എടുത്തത്. എനിക്ക് അങ്ങനെ എടുത്തത് കാരണം രണ്ടാമത്തെ പ്രഗ്നൻസിയും ആദ്യത്തെയും രണ്ടാമത്തെ തമ്മിൽ അധികം ഗ്യാപ്പില്ല. മോൾക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഡെലിവറി ആയതെന്ന് തോന്നുന്നു. 1.5 വയസ്സായപ്പോഴത്തേക്കും പ്രഗ്നന്റ് ആയി. ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഒരു 3-4 മന്ത്സ് ഒക്കെ ആയപ്പോ ഡോക്ടറെ കണ്ടപ്പോ പറഞ്ഞു പ്രഗ്നന്റ് ആണ്. 3 to 4 months, 3 months കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. ദെൻ വാക്സിന്റെ കാര്യം ചോദിച്ചപ്പോ അപ്പൊ പറഞ്ഞത് ഓൾറെഡി പ്രഗ്നൻസി തമ്മിൽ ഗ്യാപ്പ് ഇല്ല, അതുകൊണ്ട് ബൂസ്റ്റർ ഡോസ് എടുത്താൽ മതി. അപ്പൊ 5th മന്തിലാണ് ഞാൻ ബൂസ്റ്റർ ഡോസ് എടുത്തത്. ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ നമ്മൾ 3 months 5 months TT എടുക്കണം. ഇനി പ്രഗ്നൻസി തമ്മിൽ എന്തില്ല, ഗ്യാപ്പ് ഇല്ല, ടൈം ഗ്യാപ്പ് ഇല്ലെങ്കിൽ, 3 വർഷത്തിന്റെ ടൈം ഗ്യാപ്പ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു ബൂസ്റ്റർ ഡോസ് എടുത്താൽ മതി. 5-ാം മാസം ഒരു ബൂസ്റ്റർ ഡോസ് എടുത്താൽ മതി. അല്ലെങ്കിൽ 3 വർഷത്തിന് മേലെ, ഒരു 4-5 വർഷമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഫസ്റ്റ് ഡോസ് സെക്കൻഡ് ഡോസ് എടുക്കണം. ടൈം ഗ്യാപ്പിലാണ് നമ്മൾ TT കൊടുക്കുന്നത് കേട്ടോ. ഇത് എന്ത് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് TT എടുക്കുന്നത്? എന്ത് അസുഖം വരാതിരിക്കാൻ? എനിക്ക് ഈ അസുഖത്തെ കുറിച്ച് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അറിയോ ടെറ്റനസിനെ കുറിച്ചിട്ട്? അറിയോ? എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞ ഒരാൾ പറഞ്ഞുതരാൻ പറ്റുമോ ടെറ്റനസ് എന്താന്ന്? നോയാ, ഞാൻ ഇരുത്തി പഠിപ്പിച്ചാണ് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് എന്താണ് TT, എങ്ങനെയാണ് അത് വരുന്നേന്നൊക്കെ. നമ്മുടെ മുറിവിലൂടെ ഇൻഫെക്ഷൻ കയറുമ്പോഴാണ്. എന്താണ് മുറിവിലൂടെയാണ് ടെറ്റനസിന്റെ ഈ ബാക്ടീരിയ നമ്മളെ അഫക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ. ഈ ടെറ്റനസിനെ കുതിരസന്ധി എന്ന് പറയാറില്ലേ? എന്താണ് കുതിരസന്ധി എന്ന് പറയാം? ലോക്ജോ, അത് ഇംഗ്ലീഷിൽ അങ്ങനെ പറയുന്നത്, ലോക്ജോ. ഓക്കെ, ടെറ്റനസ് നമ്മുടെ ചെറിയ മുറിവിലൂടെ ആയിരിക്കും. ഞാൻ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ഡോസ് എടുക്കില്ലേ ഗർഭിണിയായിരിക്കുന്ന സമയത്ത്? അപ്പൊ ഫസ്റ്റത്തെ ഡോസ് 3 മാസത്തിന് ശേഷം എടുത്തിട്ട് 3 മാസത്തിൽ എടുത്തിട്ട് പിന്നെ രണ്ടാമത്തെ ഡോസ് 4-ാമത്തെ മാസത്തിൽ എടുക്കുവോ? അങ്ങനെ എടുക്കാൻ പറ്റുമോ? മാസത്തിലിടാം. എത്ര?
എന്റെ അങ്ങനെയല്ല എടുത്തിരിക്കുന്നത്, അതാ ഞാൻ ചോദിക്കാൻ പക്ഷെ കാരണം. ഞാൻ അതല്ല, അങ്ങനെ ഡേറ്റ് ഞാൻ നോക്കിയപ്പോഴേ ഇവിടുത്തെ ആശാ വർക്കറോട് ചോദിച്ചപ്പോ അവര് എനിക്ക് ഇതൊക്കെ തന്ന്. അവരെന്നോട് പറഞ്ഞത് ഫസ്റ്റത്തെ എടുത്തിട്ട് 28 ഡേയ്സ് കഴിഞ്ഞിട്ട് സെക്കൻഡ് എടുക്കണം എന്നാ. ഓക്കെ. എന്റെ അങ്ങനെ എടുത്തിരിക്കണതേ ഒരൊറ്റ മാസത്തെ ഡിഫറൻറ്റേ ഉള്ളൂ. കാരണം ആദ്യത്തെ അവര് ഡോസ് കറക്റ്റ് ആയിട്ട് വിളിക്കും നമ്മളെ. ആദ്യത്തെ ഡോസ് 8/2/2023 രണ്ടാമത്തത് അതേപോലെ മാർച്ചിൽ എടുത്തിട്ടുണ്ട്. ഫെബ്രുവരി മാർച്ച് ഒരൊറ്റ മാസത്തിന്റെ ഡിഫറൻറ്റിലാണ് എടുത്തേക്കുന്നത് 2 ഡോസും. ഇത് പറയുമ്പോൾ ഇങ്ങനെ പറയും വിത്തിൻ 3 months വിത്തിൻ 5 months എന്ന് പറയുന്നത്. 5 മാസത്തിനുള്ളിലെങ്കിലും എടുക്കണം, അങ്ങനെ പറയുന്നത് കേട്ടാ. 5 മാസത്തിനുള്ളിൽ 2 ഡോസും എടുത്തിരിക്കണം എന്നല്ലേ? അങ്ങനെ പറയുന്നത്. പിന്നെ ടീച്ചർ പറഞ്ഞ പോലെ പ്രഗ്നൻസി അടുപ്പിച്ച് വന്നപ്പോ ഒരൊറ്റ ഡോസാണ് എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതങ്ങനെ എടുക്കുന്നത് വിത്തിൻ 5 monthsനുള്ളിൽ നമ്മൾ ആ ബൂസ്റ്റർ ഡോസ് എടുക്കും. എനിക്ക് തോന്നുന്നു ബൂസ്റ്റർ ഡോസ് നല്ല ഒരു ഇതുണ്ടാവും, ഭയങ്കര വേദനയൊക്കെ ആയിരിക്കും. എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ ഫസ്റ്റ് 2 ഡോസ് എടുത്തപ്പോൾ കടച്ചിലുണ്ടാവൂലേ ടീച്ചറെ? ആ ഒരു തളർച്ച ബൂസ്റ്റർ ഡോസിനുണ്ട്. അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത്തിരി ബൂസ്റ്റർ ആയതുകൊണ്ടായിരിക്കും ഇത്തിരി തളർച്ചയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ബൂസ്റ്റ് ഇട്ടിട്ട് ഉണ്ടാക്കണായിരിക്കും, അതാണ്. ബൂസ്റ്റർ ഡോസ് ഇത്തിരി ഭയങ്കര വേദനയും അതേപോലെ ഭയങ്കര ക്ഷീണമൊക്കെ എനിക്ക് തോന്നി. പക്ഷെ സാധാരണ വാക്സിൻ എടുത്തൊക്കെ അങ്ങനെ അത്രയും ടയേർഡും ആവാത്തതാണ്. പക്ഷെ അന്ന് എടുത്തിട്ട് അത് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ, അത് അങ്ങനെയാ. ഓരോ മാസവും ഈ TT എടുക്കണം എന്ന് പറയാറുണ്ട്, അത് ശരിയാണോ? എന്താണ്? ഓരോ 6 മാസം കൂടുമ്പോഴും TT എടുക്കണം എന്ന് പറയാറുണ്ട്, അത് ശരിയാണ്? ഓരോ 6 മാസം കൂടുമ്പോഴും TT എടുക്കണം എന്ന് പറയാറില്ല. നമ്മള് എന്തെങ്കിലും കുറവ് സംഭവിക്കുകയാണെങ്കിൽ നമ്മള് TT വാക്സിൻ എടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ആ മുറിവുകളിലൂടെയാണ് നമ്മുടെ ടെറ്റനസിന്റെ ജേംസ് നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കാലൊക്കെ പൊട്ടിയാലും നമ്മളെ തുരുമ്പൊക്കെ കൊണ്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വാക്സിൻ TT എടുക്കാൻ പോകാറുണ്ട്. ഡോക്ടർ ചെക്ക് ചെയ്യും. അപ്പൊ 6 മാസമായോ TT എടുത്തിട്ട് 6 മാസമായോ നോക്കും. 6 മാസം ആയിട്ടില്ലെങ്കിൽ പറയും കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. 6 മാസം ആയി ഒരുപാട് നാളായിട്ട് പറയുകയാണെങ്കിൽ അവർ എന്തായാലും നിർബന്ധമായിട്ട് TT എടുക്കും. 6 മാസത്തിന്റെ ഓക്കെ 6 മാസം കൂടുമ്പോൾ TT എടുക്കാൻ നമുക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല. നമ്മുടെ കാലിന് മുറിവുകളുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ വീടിന്റെ അടുത്തൊരു ചേട്ടന് ഇതേപോലെ പറഞ്ഞിരുന്നു കോവിഡിന്റെ ടൈമിൽ അങ്ങനെ കോവിഡിന്റെ ടൈമിൽ കുട്ടിച്ചില് കയറിയതാ. ആൾക്ക് ഇപ്പൊ കാലമ്മ ആ ഒരു എന്താ പറയാ തൊഴുത്തൊക്കെ ഉള്ള ആളാണ്. ഫാം പോലെയൊക്കെ ആയിരുന്നു, പശുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അതിൽ നിന്ന് ഇൻഫെക്ഷൻ ആയി. ഇൻഫെക്ഷൻ ആയിട്ട് പഴുപ്പ് കയറി അത് ഒരുപാട് പെട്ടെന്ന് അഫക്ട് ചെയ്തു. അധികം ദിവസമൊന്നുമില്ല. കൊറോണ ആയപ്പോ TT എടുക്കാൻ പോകാനുള്ള മടിയുണ്ട്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊറോണയാണല്ലോ, അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അസുഖം വരുമോ എന്ന് പേടിച്ചിട്ടാണ് അവര് TT എടുക്കാൻ പോകാറുണ്ട്. അങ്ങനെ അവർക്ക് എന്ത് ചെയ്തു, ആ ഒരു അസുഖം പെട്ടെന്ന് വന്നു. അപ്പോ പെട്ടെന്നത് കാല് മുറിച്ച് കളയാനൊക്കെ ആയിട്ട് വന്നു. ഇൻഫെക്ഷൻ കൂടിയിട്ട് കാല് മുറിച്ച് കളയാനൊക്കെ ആയിട്ട് വന്നു. അപ്പൊ നമ്മൾ ചെറിയ മുറിവാണെങ്കിൽ പോലും അത് ഡ്രസ് ചെയ്യാതെ വെറുതെ വിടരുത്. നമ്മൾ കാലുമൊക്കെ കുട്ടികളുടെ ശ്രദ്ധിക്കണം. കുട്ടികളുടെ കാലുമൊക്കെ ചെറിയ മുറിവാണെങ്കിൽ ഒരു കാരണവശാലും അവരാ ഒരു തുറന്ന പാദം വെച്ച് നടക്കാനായിട്ട് വിടരുത്. നല്ല രീതിയിൽ അത് കവർ ചെയ്ത് ചെരുപ്പൊക്കെ ഇട്ടിട്ട് വേണം വിടാൻ. കാരണം ഈ കുട്ടികൾ പോയി കളിക്കുന്ന പറമ്പുകളിലോ പാടത്തൊക്കെ ഈ പറഞ്ഞ പോലെ പശുവിനെ മറ്റ് ഇതിലേക്ക് കൊണ്ടുവന്ന് കെട്ടാനും അവിടെ ആ മണ്ണിൽ ചിലപ്പോൾ ടെറ്റനസിന്റെ വൈറസ് അല്ലെങ്കിൽ ജേംസ് ഉണ്ടാവും. അത് നമ്മുടെ ശരീരത്തിൽ കയറാനും ഇട്ടും അത് കാരണമാവും. ഇത് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത് നെർവസ് സിസ്റ്റത്തിനെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ മസിൽസിനൊക്കെ ഭയങ്കര സ്റ്റിഫായിരിക്കും. നമുക്ക് അടക്കുമ്പോഴൊക്കെ ഭയങ്കര വേദന, ജോസിലും മസിൽസിനൊക്കെ ഭയങ്കര വേദനയായിരിക്കും. പിന്നെ നല്ല പനി, ഹെഡേക്ക്, പിന്നെ അങ്ങനത്തെ ഒരുപാട് ലക്ഷണങ്ങൾ കാണാറുണ്ട്. ബ്ലഡ് പ്രഷറിൽ വേരിയേഷൻസ് കാണാറുണ്ട്. നമ്മൾ സാധാരണയായിട്ട് ചെറിയൊരു മുറിവ് സംഭവിച്ച് നന്നായിട്ട് അത് വാഷ് ചെയ്ത് പ്രോപ്പറായിട്ട് സോപ്പൊക്കെ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ കവർ ചെയ്ത് വെക്കുക. ദെൻ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് കാലിന് ഇങ്ങനത്തെ മുറിവ് പറ്റിയിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്, ഇൻഫെക്ഷൻ ആകുമോ, എനിക്ക് TT എടുക്കണോ എന്ന് ചോദിക്കണം. നമ്മൾ എന്തുണ്ടെങ്കിലും ഡോക്ടറോട് ചോദിച്ചിട്ട് TT എടുക്കാം. ഓക്കെ. അപ്പോ ഈ ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന അസുഖം എന്താണ്? ഓക്കെ, ക്ഷയമാണ്. TB കേട്ടിട്ടുണ്ടാവും അല്ലെ? വിട്ടുമാറാത്ത ചുമയായിരിക്കും, അത് സ്പ്രെഡ് ചെയ്യുന്ന അസുഖം എന്നറിയാൻ എല്ലാവർക്കും. ശ്വാസകോശത്തിനെ ബാധിക്കുന്ന അസുഖമല്ലേ ഇത്?
അതെ ശ്വാസകോശ മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസോ അതല്ലേ ബാക്ടീരിയ അങ്ങനെ എന്തോ അല്ലേ? ഓക്കെ, അങ്ങനൊരു ബാക്ടീരിയ ആണ് ഏത് അസുഖം വരുത്തുന്നത്? TB എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മള് TB വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജനിച്ച ഉടനെ അല്ലെങ്കിൽ വിത്തിൻ 24 hours ഒരു വാക്സിൻ പ്രൊവൈഡ് കൊടുക്കാറുണ്ട്. അത് ഏതാണ് വാക്സിൻ? BCG. BCG. ഓക്കെ, BCG വാക്സിൻ കൊടുക്കുന്നത് എവിടെയാണ്? കയ്യിലല്ലേ? കയ്യിന്റെ മോൾ ഭാഗത്ത്. അവിടെ ഒരു റൗണ്ടിലൊരു സംഭവം ഉണ്ടാവുമല്ലോ എല്ലാ കുട്ടികൾക്കും. എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കുണ്ട് സ്കിന്നിന്റെ ഇവിടെ ആയിട്ടൊരു കൊമള പോലെ. ഇത് വലുതാകും തോറും അത് കുറച്ച് വലുതായി വരുന്ന പോലെ തോന്നും നമുക്ക് അല്ലേ? എനിക്കും പക്ഷെ ചെറുതാണെന്ന് തോന്നുന്നു. ആദ്യമേ ചെറുതായിരുന്നു. അപ്പൊ അതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെ സ്ട്രെസ് ഒക്കെ ഇടാണെങ്കിൽ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒന്നും ഇടാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോ BCG കുറിച്ച് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ നോട്ട്? ആരും നോട്ട് എഴുതാൻ എഴുതിയിട്ടില്ല. പറഞ്ഞിട്ടുണ്ട് ടീച്ചർ. ഞാൻ ഓരോ വാക്സിൻസിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഞാൻ തോന്നുന്നു എഴുതിയത് എങ്ങനെയാ? ഏർലി പോസിബിൾ ടിൽ 1 year age. പിന്നെ അത് എത്ര ml കൊടുക്കുന്നുള്ളത് 0.1 ml. പിന്നെ ലെഫ്റ്റ് അപ്പർ ആംസിലാണ് ഇൻഫനൻസിന് കൊടുക്കുന്നത്. BCG ഫുൾ ഫോം എഴുതിയിട്ടുണ്ടോ? ഇല്ല മിസ്. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ എന്തോ അല്ലേ? ബാസിലസ് കലാമിറ്റി ജെറി. ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കാം. ഒന്ന് പറയൂ. നിങ്ങൾ പ്രൊനൗൺസ് ചെയ്തോട്ടെ കറക്റ്റ് ആയിട്ട്. അത് നിങ്ങളൊന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കാം. ഇതാണ് BCG ഫുൾ ഫോം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുക്കുള്ളൂ. അടുത്ത മുതല് ഞാൻ കുറച്ച് വാക്സിൻസിന്റെ പേര് പറയാം. അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ചില വാക്സിൻസ് അത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. അതെന്താണ് പേര്, എന്ത് അസുഖത്തിനാണ് കൊടുക്കുന്നത്, ഏത് ടൈമിലാണ് കൊടുക്കുന്നത്. ജസ്റ്റ് ഇതിൽ നമുക്ക് ചാപ്റ്ററിൽ അങ്ങനെ കൊടുത്തിട്ടുള്ളൂ, ഏത് അസുഖത്തിനാണ് കൊടുക്കുന്നത്, എപ്പോ കൊടുക്കണം എന്നുള്ളത്. ഇപ്പൊ BCG കാര്യം ഒന്ന് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യാം. PPT എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല. ഹെപ്പറ്റൈറ്റിസ് B അത് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, പോളിയോന്റെ ഏകദേശം അറിയാം. IPO ഓറൽ പോളിയോ വാക്സിൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് അത് വേണ്ട. BCG പറഞ്ഞിട്ടില്ല, ഹെപ്പറ്റൈറ്റിസ് B പറഞ്ഞിട്ടില്ല. എന്താണത് പറഞ്ഞ മനസ്സിലായില്ല. ഞാൻ 3 അസുഖത്തിന്റെ മൂന്ന് വാക്സിനെ കുറിച്ച് പറയും. ഈ 3 വാക്സിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. അത് ഏത് അസുഖത്തിനാണ് കൊടുക്കുന്നത്. എന്താണ്? BCG ക്ഷയരോഗത്തിനല്ലേ എടുക്കുന്നത്? ആ ക്ഷയരോഗത്തിനാണ്. അത് ഏത് ടൈമിലാണ് കൊടുക്കേണ്ടത്. ഞാൻ 3 അസുഖങ്ങളുടെയും പേര് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം അല്ലേ? നമ്മൾ അതിനെ കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് കണ്ടെത്തി നിങ്ങൾ പ്രസന്റ് ചെയ്യണം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഞാൻ 2 ദിവസമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രസന്റ് ചെയ്യണമെന്ന്. ഹെപ്പറ്റൈറ്റിസ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും എല്ലാരും പ്രസന്റ് ചെയ്തിരിക്കും. നിങ്ങളൊന്ന് ഓർക്കണം കേട്ടോ. ഞാൻ ഒരു ആഴ്ച കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ മറന്നു പോവാണ്. ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, പിന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖം കേട്ടോ. ഈ 3 ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളത്തില്? മഞ്ഞപ്പിത്തം. അതാണല്ലേ. പേരൊക്കെ കേട്ടപ്പോ അതൊരു നമ്മുടെ ബോഡി ഫ്ലൂയിഡ് വഴി ഞാൻ വേറെന്തോ ആണ് വിചാരിച്ചു. ബോഡി ഫ്ലൂയിഡ് വഴി സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് B എന്ന് പറയുന്നത്. ബ്ലഡ്, അതേപോലെ യൂറിൻ, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും, നിങ്ങൾക്ക് കുറച്ചും കൂടി അതിനെ കുറിച്ച് അറിയാണ്. ബാക്കി എല്ലാവരും നമ്മള് നെക്സ്റ്റ് കഴിഞ്ഞ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിൽ എന്താണ് അസുഖം, ഇപ്പൊ വാക്സിൻ ഏതൊക്കെയാണ് കൊടുക്കണേന്ന് നമുക്കറിയാം. പക്ഷെ ഈ 3 വാക്സിൻസ് പുതിയതാണ്, 3 അസുഖങ്ങളും പുതിയതാണ്. BCG ട്യൂബർകുലോസിസിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. ട്യൂബർകുലോസിസ് എന്തൊക്കെയാണ് ലക്ഷണം എന്ന് പറയാം. അത് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതെന്ന് പറയാം. പിന്നെന്താണ് അതിന് വേണ്ടി എടുക്കേണ്ട വാക്സിൻ ഏതാണ്, വാക്സിന്റെ ഫുൾ നെയിം പറയാം. വാക്സിൻ എത്ര ഡോസ് ആണ്. ഇപ്പൊ അമ്മോട് പറഞ്ഞ പോലെ വാക്സിന്റെ ഡോസ് ഏതാന്ന് പറയാം. പിന്നെ അത് എവിടെയാണ് എടുക്കണേന്നൊക്കെ പറയാം. പിന്നെ ഹെപ്പറ്റൈറ്റിസ് B ഏത് അസുഖത്തിന് വേണ്ടിയിട്ട് എടുക്കേണ്ടതാണ്, അത്
ജോണ്ടൈസ് നമുക്ക് അറിയണതാണ്, മഞ്ഞപ്പിത്തമാണ്. ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. നമ്മുടെ കണ്ണില് ചെറിയൊരു മഞ്ഞരാശി പോലെയൊക്കെ ഇമേജ് ഒക്കെ ഇട്ടിട്ട് ഓർമ്മയുണ്ടാവും ജോണ്ടിസിന്റെ? ഓർമ്മയില്ല? അതിന് മഞ്ഞപ്പിത്തം വന്ന് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂമോണിയ ആയിട്ടൊക്കെ മാറും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക ഹെപ്പറ്റൈറ്റിസ് ബി. അത് ജോണ്ടിസിലൊരു വകഭേദമാണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്. പിന്നെ ടൈഫോയിഡ് ആണ്. ടൈഫോയിഡ് ഇതേപോലത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖമാണ്. അപ്പൊ ഈ 3 അസുഖത്തെ കുറിച്ചാണ് നിങ്ങൾ നാളെ ഇതിനു മുമ്പ് ഏതാ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രെയിം, ബട്ടറിംഗ് ഫ്രെയിമുകളല്ലേ? അതറിയാ. വാക്സിൻ എന്താ പറഞ്ഞത്? അത് ഷെഡ്യൂൾ ഉണ്ടല്ലോ, പുതിയ ഷെഡ്യൂൾ ഇല്ലേ നമ്മുടെ കുട്ടികളുടെ പുതിയത് പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പം ദിവ്യ പ്രസന്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു അവിടത്തെയാണ്, നമ്മുടെ അല്ല, അബുദാബിയിലാണ്. ഇതിന് മാറ്റമുണ്ട്. പുതിയ നമുക്ക് രണ്ട് വാക്സിൻ കൂടി പുതിയത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് പ്രസന്റ്, വേറെ ആരെങ്കിലും പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നെക്സ്റ്റ് ഡേ ഞാൻ വരുമ്പോൾ ഞാൻ എന്റെ കുട്ടിയുടെ വാക്സിന്റെ ഷെഡ്യൂൾ 2 പേരുടെയും കാർഡ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് ഏത് വാക്സിനാണ് പുതിയതായിട്ട് വന്നതെന്ന്. സോ ഞാനത് എടുത്തില്ല, നിങ്ങളത് പ്രസന്റ് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചു. ഞാനത് എഴുതി വെച്ചതാണ്, പക്ഷെ ഞാൻ കയ്യിലെടുത്തില്ല. അതുകൊണ്ടാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയാം ഏത് വാക്സിനാണ് പുതിയതായിട്ട് ഓരോ ഇയറിൽ ഏതൊക്കെയാ കൊടുക്കുന്നത്, വാക്സിൻ ഏതൊക്കെയാ കൊടുക്കണം എന്നുള്ളതാണോ പറയേണ്ടത്? ഓരോ ടൈമില് കുട്ടി ജനിച്ച് ഒരു 15 വയസ്സാവുന്ന വരെ ഏതൊക്കെ വാക്സിൻസ് ആണ് കൊടുക്കുന്നത്. ജനിക്കുന്നതിന് മുമ്പ് തീറ്റി തുടങ്ങി ഏതൊക്കെ വാക്സിൻസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും ആണോ? അത് ഏതൊക്കെ വാക്സിൻ ആണോ, അതിന്റെ പേരെന്താ, അതിന്റെ ഫുൾ നെയിം, അങ്ങനെ ഡീറ്റെയിൽസും വേണം. ഡീറ്റെയിൽസും വേണം. എന്റെ നോട്ടിൽ തന്നെ അത് പ്രിപ്പയർ ചെയ്താൽ മതി കേട്ടോ, കംപ്ലീറ്റ് ചെയ്താൽ മതി. ശരി ടീച്ചർ. ഓക്കെ, അപ്പൊ സൈൻ ഔട്ട് ഇന്നാരാണ്? ഫർസാന. ഓക്കേടാ, ഹസാന പറഞ്ഞോടാ. ഞാനൊരു ചെറിയൊരു ആക്ഷൻ സോങ് ഇന്ന് സൈൻ ഓഫ് ചെയ്യാം. അപ്പൊ എല്ലാവരും സഹകരിക്കണം, ക്യാമറ ഓൺ ചെയ്തിട്ട് എല്ലാവരും ഒപ്പം ചെയ്യാം. എല്ലാവർക്കും അറിയണ പാട്ട് തന്നെയാണ്. സ്റ്റാർട്ട് ചെയ്യാം. Clap your hands, clap your hands, listen to the music and clap your hands. Turn around, listen to the music and turn around. Jump up high, listen to the music and jump up high. Clap your hands, listen to the music and clap your hands. Clap your hands, listen to the music and clap your hands. Say goodbye, listen to the music and say goodbye. Thank you. അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. വളരെ മാറ്റമുണ്ട്, കാരണം മുമ്പ് ക്യാമറ ഓൺ ചെയ്യാതെ എന്താ പറയാ ഒന്നും ഭയങ്കര അങ്ങനെയല്ല, ശരിയായിരുന്നില്ല. നമുക്ക് തന്നെ മാറ്റം വന്ന് നമ്മളൊരാ ഇത്രയും കുട്ടികളുടെ മുമ്പിൽ ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമുക്ക് തന്നെ തോന്നുന്നില്ലേ? ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട്, ആക്ടിവിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അതിലൊക്കെ ഇങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോ കോൺഫിഡന്റ് കിട്ടി. നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. താങ്ക് യു ടീച്ചർ.